എവിടെയോ കേട്ടൊരു കഥ ഇങ്ങനെയാണ്. ഒരു കുട്ടി തൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അമ്മേ ഞാൻ കാറ്റിനെ മനസ്സിലാക്കുക? അപ്പോൾ അമ്മ വലിയ ശാസ്ത്രമൊന്നും പറയാതെ തന്നെ കുട്ടിയോട് പറയുന്നൊരു കാര്യമുണ്ട്. കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന സുഗന്ധവും ഗന്ധവും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കാറ്റിനെ മനസ്സിലാക്കുന്നതെന്ന്. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ മനുഷ്യരെ മനസ്സിലാക്കുന്നത്? ആ മനുഷ്യർ വഹിച്ചു കൊണ്ടുവരുന്ന ജീവിത അനുഭവങ്ങൾ എത്രത്തോളം അവരെ സ്വാധീനിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് നമ്മൾ ഓരോ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. സന്തോഷവും ദുഃഖവും, അല്ലെങ്കിൽ വെറുപ്പ്, അല്ലെങ്കിൽ ദേഷ്യം, അല്ലെങ്കിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. പലപ്പോഴും നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ കാണുകയാണെങ്കിൽ എല്ലാവർക്കും ഹാപ്പി മൊമെന്റ്സ് മാത്രം മതി. ഈ ഹാപ്പി മൊമെന്റ്സ് മാത്രമാണെങ്കിൽ അത് ജീവിതമാവുമോ? അങ്ങനെ എങ്ങനെ നമ്മൾ ഒരാളെ മനസ്സിലാക്കുക? ഒരാൾ എപ്പോഴും ഹാപ്പിയാണ്, ആൾക്ക് വേറെ ഒന്നുമില്ല, ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ. ഹാപ്പി മൊമെന്റ്സ് മാത്രമല്ല ലൈഫ്, സാഡ് മൊമെന്റ്സ് ഉണ്ടാവും. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സഹനങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. സഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മടുക്കുന്നൊരു കാര്യമായിരിക്കാം, ചിലപ്പോൾ കേട്ട് മടുത്തൊരു കാര്യമായിരിക്കാം. പക്ഷേ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറാൻ നോക്കും, ചിലപ്പോൾ നമ്മൾ പെട്ടുപോകാറുണ്ട്. ഒരു തരത്തിൽ സഹനങ്ങളാണ് മനുഷ്യരെ മനുഷ്യരാക്കുന്നത്. പൗലോസ്ലീഹ പറയുന്നത് പോലെ, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും വെളിപ്പെടുന്നത്. പൗലോസ്ലീഹ അങ്ങനെ പറയുമ്പോൾ പൗലോസ്ലീഹയ്ക്ക് ഉണ്ടായ സഹനങ്ങളിലൂടെയാണ് പൗലോസ്ലീഹ തൻ്റെ വ്യക്തിത്വം തന്നെ വളർത്തിക്കൊണ്ടുവന്നത്. ഫ്രാൻസിസ് അസീസിയുടെ ഫീസ്റ്റിനോടനുബന്ധിച്ച് നമ്മളായിരിക്കുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ആക്കിയത്, അല്ലെങ്കിൽ ഒരു രണ്ടാം ക്രിസ്തു ആക്കിയതും അവൻ്റെ സഹനങ്ങളോടുള്ള മനോഭാവമാണ്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ നാം എല്ലാവരും പങ്കുചേരുമ്പോൾ എങ്ങനെയാണ് ഇന്ന് നമ്മൾ നമ്മുടെ സഹനങ്ങൾ കൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായി മനസ്സിലാക്കുന്നത്? അത് നമ്മുടെ സഹനങ്ങളിലൂടെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സഹനങ്ങളിൽ നമുക്ക് വളരാനും പുതിയൊരു ജീവൻ പ്രാപിക്കാനുള്ളൊരു സാധ്യത ഒളിഞ്ഞെടുക്കുന്നുണ്ട്. സഹനങ്ങളെ ചേർത്ത് പിടിക്കാനും അതിലൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരാനും നമുക്ക് സാധിക്കണം. സഹനങ്ങളാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യരെ മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളോടുള്ള അനുഭവങ്ങളാണ്. ഫ്രാൻസിസിൻ്റെ ജീവിതം ധ്യാനിക്കുന്ന നമുക്ക് സഹനങ്ങൾക്ക് മുകളിൽ സന്തോഷം കണ്ടെത്തുവാനും സഹനങ്ങളിലൂടെ ജീവിതം പുതുതാക്കുവാനും ഫ്രാൻസിസ് അസീസി നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.